ഡിമാൻഡ്, അതുപോലെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ? അങ്ങനെയാണെങ്കിൽ ചോദനധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ഡിമാൻഡും ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഡിമാൻഡ് ധർമ്മം അഥവാ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഡിമാൻഡ് ഫംഗ്ഷനെ, ഡിമാൻഡ് ധർമ്മത്തെ അഥവാ ചോദനധർമ്മത്തെ മാത്തമാറ്റിക്കൽ രൂപത്തിൽ നമുക്കിവിടെ കാണുന്നത് പോലെ എഴുതാം. ക്യു എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പി എക്സ് പി ആർ വൈ എസ് ടി എന്ന ഫോമിൽ എഴുതാം. ഓക്കെ, ഇവിടെ ക്യു എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത് എക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിമാൻഡിനെയാണ്. അതായത് നമ്മൾ സാധനത്തിൻ്റെ പേരെടുത്ത് പറയുന്നതിന് പകരം എക്സ് എന്ന് സൂചിപ്പിക്കുന്നു. എഫ് കൊണ്ട് സൂചിപ്പിക്കുന്നത്, സ്മോൾ എഫ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഫങ്ഷണൽ റിലേഷനെയാണ്. പി എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു സാധനത്തിൻ്റെ വില, അതായത് എക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ വില. പി ആർ സൂചിപ്പിക്കുന്നത് മറ്റു ബന്ധപ്പെട്ട സാധനത്തിൻ്റെ വിലയാണ്. വൈ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഉപഭോക്താവിൻ്റെ വരുമാനത്തെ, ഇൻകം ഓഫ് ദി കൺസ്യൂമർ. എസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ്, സാമൂഹിക ഘടകങ്ങൾ. ടി കൊണ്ട് സൂചിപ്പിക്കുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യവും. ഓക്കെ, ഡിമാൻഡ് ഫംഗ്ഷന് ഈ രൂപത്തിലാണ് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഒരു സമവാക്യത്തിൻ്റെ ഇക്വേഷൻ്റെ ഈക്വലിന് ഇടതുവശത്ത് വരുന്നത്, സമവാക്യത്തിന് ഇടതുവശത്ത് വരുന്നത് ഡിപ്പെൻഡൻ്റ് വേരിയബിളും വലതുവശത്ത് വരുന്നത് റൈറ്റ് സൈഡിൽ വരുന്നത് ഇൻഡിപെൻഡൻ്റ് വേരിയബിളും ആയിരിക്കും. ഇവിടെ ക്യു എക്സ് ഡിപ്പെൻഡൻ്റ് വേരിയബിളും റൈറ്റ് സൈഡിൽ കാണുന്ന എഫ് ഓഫ് പി എക്സ് പി ആർ വൈ എസ് ടി ഇവ ഇൻഡിപെൻഡൻ്റ് വേരിയബിളാണ്. ക്യു എക്സ് ഡിപ്പെൻഡൻ്റ് വേരിയബിളും റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് പി എക്സ് പി ആർ വൈ എസ് ടി കാണിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് വേരിയബിളിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, നമ്മളിവിടെ സെറ്ററിസ് പാരിബസ് എന്ന കൺസെപ്റ്റ് വളരെയധികം പ്രാധാന്യമുണ്ട്. സെറ്ററിസ് പാരിബസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള എല്ലാ ഘടകങ്ങളും സ്ഥിരമാണ്, അതായത് പി ആർ വൈ എസ് ടി എല്ലാം സ്ഥിരമാണ്, പി എക്സ് മാത്രം മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഏത് രൂപത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാം? ഇവിടെ കാണുന്ന പോലെ ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ പോലെ എഴുതാം. ക്യു എക്സ് സമം എഫ് ഓഫ് പി എക്സ് എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, ഇതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ, ചോദനധർമ്മം.